ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈൻടെക് ഡിസൈൻ വേൾഡ്സ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോസായിട്ട് വരികയാണ്. എപ്പോഴും പുതുമ തരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഏത് ടെക്സ്ചർ പുട്ടിയിലും, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ലോക്കൽ ആയിക്കോട്ടെ, പ്രീമിയം ആയിക്കോട്ടെ, ക്വാളിറ്റി ആയിക്കോട്ടെ, കുറവായിക്കോട്ടെ, ഏത് ടെക്സ്ചർ പുട്ടിയിലും നമുക്ക് അതൊന്ന് ഗ്ലിറ്റർ ആക്കി എടുക്കാൻ, എങ്ങനെ ഗ്ലിറ്റർ ആക്കി എടുക്കാം. ഇത് പ്രധാനമായിട്ടൊരു കാര്യം പറയാം, ഇൻറ്റീരിയർ മാത്രം യൂസ് ചെയ്യുക, ഇൻറ്റീരിയർ വാളുകൾ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗ്ലിറ്റർ ആക്കി എടുക്കുക. ചില വീടുകളിലൊക്കെ ഗ്ലോ ആയിട്ട് തിളങ്ങി നിൽക്കണില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. പല കളറുകളുണ്ട്, സ്കൈ ബ്ലൂ, ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ, അങ്ങനെ ഒരുപാട് കളേഴ്സൊക്കെ നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്ലോ പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ എന്തിൽ ചേർക്കുന്നോ അത് രാത്രി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഗ്ലോ പോലെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ടെക്സ്ചർ കുട്ടിയൊക്കെ മേടിച്ചിട്ട് ആ ഒരു പ്രൊജക്ഷനിൽ വെച്ച് ഗ്ലോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇനി നമുക്ക് മേക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. വാ, ഇത് ഈ സാധനം കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് തിളങ്ങണം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെയിലത്തുനിന്ന് വന്ന് കയറിയപ്പോൾ ഈ സാധനം തിളങ്ങണേ കാണുന്നത്. അപ്പോൾ ഇത് ലിക്വിഡായിട്ടും വരുന്നുണ്ട്, ഇതുപോലെ പൗഡറായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പൗഡറായിട്ടുള്ളത് കാണിച്ചു തരാം. ലിക്വിഡും നമുക്ക് ചേർക്കാം, പൗഡറും ഇതാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് പുട്ടി എടുക്കാം, ടെക്സ്ചർ പുട്ടി. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റാ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ വൈറ്റ് എടുക്കണുള്ളൂ. കുറച്ച് വൈറ്റ് പുട്ടി ഇവിടെ കുറച്ചിങ്ങനെ തേച്ച് വെക്കാം. പിന്നെ കുറച്ചുകൂടി വൈറ്റ് പുട്ടി എടുത്തിട്ട് നമുക്ക് ഇവിടെ ചേർത്ത് വെക്കാം. അപ്പോൾ രണ്ട് കളർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു സ്റ്റെൻസിൽ അടിക്കാം. ഏതെങ്കിലും ചെയ്ത ടെക്സ്റ്ററിൻ്റെ മുകളിൽ സ്റ്റെൻസിൽ അടിച്ച് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം എങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ട് ഇനി മുതൽ നമുക്ക് ടെക്സ്റ്റർ പുട്ടി ഗ്ലോ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പണി ചെയ്യാം. ഒരെണ്ണം നമുക്ക് ഓറഞ്ച് ആക്കാം. ഓറഞ്ച്, അപ്പോൾ അതിൻ്റെ പൗഡറായിട്ട് വരുന്നത് ഇത് തുറന്ന് വെക്കരുത്. എത്രയും പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ പൗഡർ കണ്ടില്ലേ, ഇച്ചിരി ഓറഞ്ചിൻ്റെ പൗഡർ ഇട്ടെടുത്തേക്കാം. കാരണം സ്റ്റെൻസിൽസൊക്കെ വളരെ കുറച്ച് പുട്ടിയെടുത്താൽ തന്നെ ഒരുപാട് ഏരി കിട്ടും. ഇത് ട്രവറ്റൈനാണ്. ട്രവറ്റൈനാകുമ്പോൾ വളരെ ഏരി കിട്ടും, ടെക്സ്ചർ പുട്ടിനേക്കാളും കൂടുതൽ ഏരി കിട്ടും ട്രവറ്റൈനാകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇച്ചിരി നമുക്ക് വെറുതെ കയറ്റിയെടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബ്ലൂ നമ്മളെപ്പോഴും ചെയ്യുന്നതല്ലേ, ഗ്രീനും ചെയ്യുന്നതാണ്. ഇത് ഏത് കളറാണ്? ഇത് യെല്ലോയാണ്. ഇത് യെല്ലോ പിസ്തയാണ്. ഇത് ഗ്രീനാണ്. അപ്പോൾ നമുക്ക് ഒരു പണിയാ, ബ്ലൂ കൊടുക്കാം. ബ്ലൂ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ആ ബ്ലൂവിൻ്റെ പൗഡർ വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏത് പുട്ടിയും ഏത് കളറിലുള്ള പുട്ടിയിലും ഗ്ലോ ഔട്ട്. ഇത് മാത്രമല്ല, വൈറ്റിൻ്റെ മേളിൽ മാത്രമല്ല, ഏത് ടെക്സ്ചർ പുട്ടിയുടെ മേളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ട്രവറ്റൈൻ എടുത്താൽ പറഞ്ഞാൽ സ്റ്റെൻസിലൊക്കെ ചെയ്യാൻ ട്രവറ്റൈൻ നല്ല ഏരിയ കിട്ടും. അപ്പോൾ ഓറഞ്ച് നമുക്ക്, സോറി പിങ്ക് എന്നറിയാതെ പറഞ്ഞു എന്ന് തോന്നുന്നു, ഓറഞ്ച്. ആ പൗഡർ നമുക്ക് കറക്റ്റായിട്ട്, അപ്പോൾ അതൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലോട്ട്, ഓറഞ്ച് എന്ന് പറയാനല്ല റോസ് ഷെയ്ഡാണ് വന്നേക്കുന്നത്, കാരണം വൈറ്റ് ബേസല്ല വന്നതാണ്. നമുക്ക് ക്രീം കളർ കുട്ടികളല്ല നമുക്ക് കിട്ടുന്ന കുട്ടികളൊക്കെ. അപ്പോൾ അതിലോട്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കളറൊന്നും കാണാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, ഗ്ലോ വന്നോളൂ കേട്ടോ. അത് ഞാൻ വേറെ കാണിച്ചു തരാം. വേറെ സ്റ്റോണൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മളായി കട്ട് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബ്ലേഡ് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കളർ ഇതിൻ്റെ ആയിട്ട് മിക്സായി വേറെ കളറായി പോയി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾറെഡി ഞാൻ പിസ്ത ഗ്രീൻ ചെയ്തിട്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഇതുകൊണ്ട് ചെയ്യാം. എന്നിട്ട് രാത്രി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എത്രത്തോളം ഗ്ലോ ഉണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ വിസിബിലിറ്റി എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ബ്ലൂ ആണെന്ന്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ലീഫ് ഇത് അടിച്ചിട്ടുണ്ട് ഒരു ടെക്സ്റ്ററിൻ്റെ മുകളിൽ. ഈ ടെക്സ്റ്റർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടൊക്കെ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് വീഡിയോ ഓൾറെഡി ഇട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്, കണ്ടറിയാൻ പറ്റും നിങ്ങൾക്ക്. ടെക്സ്റ്റർ തന്നെ അടിപൊളിയാണ് കേട്ടോ, കാരണം നല്ല വിസിബിളും കാര്യങ്ങളൊക്കെ ഉള്ളത് അടിപൊളി സംഭവമാണ് ടെക്സ്റ്റർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ല, നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു മറ്റേ ഇത് നമ്മൾ ഗ്രീൻ ചെയ്തിട്ടാണ്. ഗ്രീനൊക്കെ ഇതുപോലെ ഇരിക്കുകയുള്ളൂ, പക്ഷെ അത് രാത്രി കളറായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും, സെറ്റായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട്
ഇത് വെച്ച് കൊടുക്കാം. ഈ സ്റ്റെൻസിൽ ഞാൻ എക്സ്ട്രാ ഷീറ്റിൽ കട്ട് ചെയ്തെടുത്താണ്, നമ്മളിത് മേടിച്ചതല്ല, നമ്മൾ സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുത്താണ് എക്സ്ട്രാ ഷീറ്റിൽ. ടെൻ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റും കേട്ടോ. ടെക്സ്ചർ പുട്ടിയിലും ചെയ്യാം. നിങ്ങൾക്ക് ടെക്സ്ചർ പുട്ടിയിൽ ലാഭമെങ്കിൽ നിങ്ങൾ ടെക്സ്ചർ പുട്ടിയിൽ ചെയ്യാം. നമുക്കൊരു ഗ്ലോ കിട്ടുക, അതാണ് നമ്മുടെ ഒരു ഇത്. അത് കിട്ടുക എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കണുള്ളൂ. അപ്പോൾ നമ്മൾ 1, 2, 3 കൊടുത്തായിരുന്നു, ഇതിനും കൊടുത്തായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത കൊടുക്കുന്ന ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ പെൻസിൽസും കഴുകി എടുക്കുക, ബ്ലൂ കൊടുത്തിടുക, വെള്ളം ഒഴുകണം. നല്ല പ്രവർത്തനമൊക്കെ നല്ല രസമായിരിക്കും ചെയ്യാൻ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം കൊടുത്തേക്കാം, ബ്ലൂവും കൊടുത്തേക്കാം, ഗ്രീൻ എന്തായാലും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടിപൊളി. നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതാക്കി കൊടുക്കാം, ബ്ലൂവും കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു എന്തായാലും ഓറഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ബ്ലൂ കൊടുക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും പിക്ക് ചെയ്തിരുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് ലീഫൊന്നും കൊടുക്കണ്ട. ബ്ലൂ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. അടിപൊളിയായിരിക്കും. ഇത് നമ്മൾ എവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. വീഡിയോയുടെ അവസാനം ഞാൻ എവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നമ്മൾ സ്റ്റെൻസിൽസൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ തന്നെ അടിപൊളിയാണ്. രാത്രിയായി കഴിഞ്ഞാൽ ഈ ടെക്സ്ചർ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. ഈ ഒരു സ്റ്റെൻസിൽസ് മാത്രമായിരിക്കും നമുക്ക് വിസിബിളായിട്ട് കാണുന്നത്. ഓറഞ്ച് ഷെയ്ഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ, അങ്ങനെയാണ് 3 ഷെയ്ഡ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് രാത്രി ആകുമ്പോഴേക്കും നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് രാത്രി ആകുമ്പോഴേക്കും നോക്കാം എങ്ങനെയുണ്ടെന്ന്.